യുവാക്കൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഇത്തവണ തെരഞ്ഞെടുപ്പിലുണ്ടോ? നിങ്ങൾ നോക്കിയോ, ഞങ്ങളുടെ ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ DCCകളിൽ നിന്ന് സമയമായ ചർച്ചകളിൽ നിന്ന് വരുന്ന പല ലിസ്റ്റുകളും അത്ര ഗുണകരമല്ല. പക്ഷേ അതിൽ നിന്ന് കറക്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഇപ്പോൾ വെൽ ഇൻഫോംഡ് ആണ്. ചാനൽ, പത്രം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. സംഘടന 27 വർഷക്കാലമായി സംഘടനാ രംഗത്ത്, കോൺഗ്രസ് സംഘടനാ രംഗത്തുണ്ട്. ഇപ്പോൾ പാർലമെൻ്ററി സമിതി, ആദ്യമായിട്ടാണ് പാർലമെൻ്ററി സമിതി കഴിഞ്ഞ 1 വർഷമായി. ഇത് രണ്ടും കൂടി ഡിഫർ ചെയ്യുക, അല്ലെങ്കിൽ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഏതിലിരിക്കാനാണ് കൂടുതൽ താല്പര്യം, ഏതിൽ പ്രവർത്തിക്കാനാണ്? അല്ല, അത് എന്നെ സംബന്ധിച്ചുള്ള കാര്യം, എനിക്ക് പാർലമെൻ്ററി ലൈഫ് ഇതുവരെയും കിട്ടാത്തതുകൊണ്ട് സംഘടനയാണ്. ഓഫ് കോഴ്സ് ഐ ലവ് ദി ഓർഗനൈസേഷൻ. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് തന്നത് എൻ്റെ സംഘടനയാണ്. പക്ഷേ പാർലമെൻ്ററി ലൈഫ് എന്ന് കിട്ടിയത് കൊണ്ടും എന്നെ വിശ്വസിക്കുന്ന ജനം വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ളത് കൊണ്ടും എനിക്ക് പാർലമെൻ്ററി ലൈഫിലാണ് താല്പര്യം. ഞാൻ ലീഡർഷിപ്പിനോട് പറഞ്ഞു കഴിഞ്ഞു. അതായത് പിന്നെ ഇനി സംഘടനാപരമായിട്ടുള്ള ചുമതലകൾ നിങ്ങൾ പുതിയ ആൾക്കാർക്ക് കൊടുക്കുന്നത് എനിക്ക് സന്തോഷമാണ്. പഴയ ആൾക്കാരോട് ആരോട് വേണമെങ്കിലും ഞാൻ അടക്കം മാറുന്ന കാര്യം ഞാൻ തന്നെ എല്ലാവരോടും പറഞ്ഞോളാം. എന്നാൽ എനിക്കതിനകത്ത് യാതൊരു ഒരു പ്രശ്നമില്ല, ഒരു സെക്കൻഡ് തോട്ട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർലമെൻ്ററി ഇപ്പോൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഐ പ്രിഫർ പാർലമെൻ്ററി ലൈഫ്. ബിക്കോസ് പാർലമെൻറ്റിൽ എനിക്ക് അധികം, നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് 4 മേജർ ഇഷ്യൂസിനെ കുറിച്ച് പ്രസംഗിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് 2-3 അവസരം കൂടെ എനിക്ക് കിട്ടിയായിരുന്നു. പാർട്ടി തന്നു ഒരു ഡിസ്കഷൻ എനിക്ക് ഓപ്പൺ ചെയ്യാൻ അവസരം തന്നു. പക്ഷേ ദൗർഭാഗ്യത്തിന് ആ ബില്ല് വന്നില്ല. അങ്ങനെ അങ്ങനെ പാർട്ടി ലീഡർഷിപ്പിനൊരു കോൺഫിഡൻസ് വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അകത്ത് ഐ വാണ്ട് ടു ഡു എ ലോട്ട്സ് മോർ. ഇതിലേത് സെലക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ സെലക്ട് പാർലമെൻ്ററി ലൈഫ്. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സ് KPC പ്രസിഡൻറ്റിനോടും പാർട്ടി ലീഡറോടും പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പാർലമെൻ്ററി ലൈഫിൽ ഞാൻ തുടർന്നോളാം, നിങ്ങൾ വേറെ മറ്റുള്ളവർക്ക് ചാൻസ് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ഇനി അവരാണ് തീരുമാനിക്കേണ്ടത് വെദർ ദേ റിക്വയർ മൈ സർവീസ് ഓർ നോട്ട്. അപ്പോൾ ഒരാൾക്ക് ഒരു സ്ഥാനം എന്നുള്ള അങ്ങനത്തെ തത്വം കോൺഗ്രസ്സിലില്ല. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. കോൺഗ്രസ്സിൽ അങ്ങനെ സ്ഥാനമേ ഇല്ല. പിന്നെ ഇപ്പോൾ തന്നെ AICC കേന്ദ്രമന്ത്രിമാർ പലരും AICC ജനറൽ സെക്രട്ടറിമാരാണ്. ഇപ്പം പ്രണാബ് മുഖർജിയാണ് ബംഗാൾ PCC പ്രസിഡന്റ്. പ്രണാബ് മുഖർജിയാണ്. ഗുലാം നബി ആസാദ് AICC ജനറൽ സെക്രട്ടറിയാണ്. നാരായണസ്വാമി പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്റർ AICC ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ്. അതൊന്നും കോൺഗ്രസിനകത്ത് അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഒരു അഖിലേന്ത്യാ നോംസ് ഉണ്ട്. പക്ഷേ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഈ 2 സ്ഥാനവും വേണ്ട എന്ന് ഞാൻ പാർട്ടി ലീഡർഷിപ്പിനോട് പറഞ്ഞു കഴിഞ്ഞു. ഈ സംവിധാനത്തിലേക്കുള്ളൊരു ചോദ്യം കൂടി വരാം. മുന്നണി സംവിധാനത്തിൽ കോൺഗ്രസ് സത്യം പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ തണലിലാണ് പല ചെറു കക്ഷികളും നിൽക്കുന്നത്. ഞാൻ മുസ്ലിം ലീഗിൻ്റെ കാര്യമല്ല പറയുന്നത്. മുസ്ലിം ഓഫ് കോഴ്സ് ഗ്രാസ് റൂട്ട് ലെവലിൽ അവർക്ക് വർക്കേഴ്സുള്ള ഇത്രയും ഒരു നിയോജക മണ്ഡലത്തിൽ പോലും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കഴിയാത്ത പല ചെറിയ കക്ഷികളെയും മുന്നണിയിൽ കൂട്ടിക്കൊണ്ട് ഘടകകക്ഷിയാക്കി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ചെറു കക്ഷികൾ കോൺഗ്രസിനൊരു ബാധ്യതയല്ലേ? അല്ല, ഒരിക്കലും ബാധ്യതയല്ല. അതായത് കോൺഗ്രസിനെ വിശ്വസിച്ച് നിൽക്കുക. അവർക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ചെറു കക്ഷികളായി മാറുന്ന സമയത്ത് പല ഓപ്ഷൻസും അല്ല, അവരെ കോൺഗ്രസിലേക്ക് ലയിപ്പിക്കാമല്ലോ. അതല്ല, അവർക്ക് വേറെ പാർട്ടികളിൽ പോകാമായിരുന്നല്ലേ. ഇപ്പോൾ അവർ ഒറ്റ കക്ഷിയായിട്ട് അവരങ്ങ് നിന്നുപോയി. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പാരമ്പര്യം അനുസരിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ സദാചാരവും രാഷ്ട്രീയ പാരമ്പര്യം അവരെയൊക്കെ ഒഴിവാക്കി വിടുക എന്ന് പറയുന്നത് അധാർമികമാണെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഒരു കാരണവശാലും അങ്ങനെ അവരെ ഒഴിവാക്കിക്കൊണ്ട് പോകും. ഏകകക്ഷി ഭരണം വേണമെന്ന് പണ്ട് യൂത്ത് കോൺഗ്രസ് അതൊക്കെ തെറ്റാണ്, ഇമ്പോസിബിൾ. കേരളത്തിൽ ഇനി ഏകകക്ഷി ഭരണമെന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഏകകക്ഷി ഭരണം വരും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു വലിയ വിപ്ലവകരമായ കോൺഗ്രസിൻ്റെ മുന്നേറ്റം UPയിലും ബീഹാറിലും ക്ലച്ച് പിടിച്ചാൽ ഏകകക്ഷി ഭരണം അവിടെയും വരും. ഇപ്പോൾ 206 ഉണ്ട്. ഇനി ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് 66 സീറ്റ്സ്. 271 65 സീറ്റൂടെ മതി 206. അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ UPയിലെ സെക്കൻഡ് കക്ഷിയാണ് ഞങ്ങൾ. 22 MPമാരുണ്ട്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി വലിയ അത് വല്ലതും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വന്നേക്കാം. ഈ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ CPM കോൺഗ്രസ് ഓരോന്നും പ്രധാനമാണ്. 75ഓളം സീറ്റുകൾ 3000 വോട്ടിൽ താഴെയാണ്. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. പിന്നെ കൂടെ നിന്നവരെ ഞങ്ങൾ ഡിച്ച് ചെയ്യണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല. അതാണ് കോൺഗ്രസിൻ്റെ ഒരു മഹത്തായ സംസ്കാരം. ഏതായാലും രാഷ്ട്രീയത്തിൽ നിന്ന് മാറി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് സിനിമയെ പറ്റി ഒന്ന് ചോദിച്ചോട്ടെ. സിനിമ ധാരാളം കാണുന്നൊരു വ്യക്തിയാണല്ലോ.
ഈ അടുത്ത കാലത്ത് ഇപ്പോൾ കാണാൻ ചിലപ്പം അവസരങ്ങൾ ഉണ്ടാവില്ലേക്കും, പക്ഷേ ഈ അടുത്ത കാലത്ത് മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സിനിമ ഏതാ? അങ്ങനെ ആ ഒരു ചോദ്യം തന്നെ ചോദിക്കരുതെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. കാരണം ഒരുപാട് സുഹൃത്തുക്കൾ അതല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമ കണ്ട ആൾ ഞാനാണ്. എല്ലാ സിനിമയുടെ ഓപ്പണിങ്ങിന് കുടുംബസമേതം ഒറ്റയ്ക്ക് സിനിമ കാണാറില്ല, കല്യാണത്തിന് ശേഷം കുടുംബസമേതം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി സിനിമ കാണാനേ സാധിക്കുന്നില്ല. ആകെ സിനിമ കാണുന്നത് ഏത് സിനിമയെന്ന് എന്നൊരു ചോദ്യം എന്നോട് ചോദിക്കേണ്ട. എല്ലാത്തിൻ്റെയും പല ഭാഗങ്ങൾ ഈ ടി വിയിലൂടെ കാണുന്നോ അല്ലെങ്കിൽ കാസറ്റിലൂടെ കാണുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് സിനിമകളുമായി ഒരു ബന്ധം വിച്ഛേദിക്കപ്പെട്ട് ദുഃഖിക്കുന്നവനെ റിയലി. ആ ഒരു സിനിമ ഈസ് എ വണ്ടർഫുൾ ഫീൽഡ്. മനുഷ്യനെ അങ്ങോട്ട് അവൻ്റെ മനസ്സിന് ആഹ്ലാദം കൊടുക്കുകയും ചിന്തിപ്പിക്കുകയും, ഒരു വിനോദോപാധി മാത്രമല്ല, ചിന്തിപ്പിക്കുന്നു, അവനെ കരയിക്കുന്നു, അവനെ സന്തോഷിപ്പിക്കുന്നു, അങ്ങനെ എല്ലാം ചെയ്യുന്നൊരു വലിയൊരു കലയാണ്. ആ കലയുമായി കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി ബന്ധം പോയതിൽ ഞാൻ റിയലി വെച്ചാൽ എല്ലാ സിനിമാക്കാരും ഏതെങ്കിലും ഒരു സിനിമ ഞാൻ കണ്ടില്ലെങ്കിൽ അടുത്ത സിനിമയ്ക്ക് ഞാൻ ചെല്ലുമ്പോൾ തിയേറ്റർ ജീവനക്കാർ ചോദിക്കും, സാറേ കഴിഞ്ഞ സിനിമ സാറ് മിസ്സായോ, എവിടെ നിന്ന് കണ്ടെന്ന് ചോദിക്കും. അതുകൊണ്ട് റിയലി ഐ വാണ്ട് ടു ബിൽഡ് അപ്പ് ദ ക്യാരക്ടർ അഗെയിൻ ഐ വാണ്ട് ടു ഹാവ് മൈ ഓൾഡ് റിലേഷൻഷിപ്പ് വിത്ത് ദി സിനിമയിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അല്ല, മമ്മൂട്ടി എൻ്റെ കോളേജ് മേറ്റാണ്, ഒരുമിച്ച് ലോ കോളേജിൽ പഠിച്ചതാണ്. ഇടയ്ക്കാകുമ്പോൾ വലിയ സ്നേഹിതമാണ്. നിഷാദ് വലിയൊരു സംവിധാനമായിട്ട് മാറി. പിന്നെ ഒരുപാട് പേരുണ്ട്, പേര് പറയാൻ പറ്റും. സാബു ചെറിയ ഒരു കുറേ വർഷങ്ങളത്തെ ഗ്യാപ്പിന് ശേഷം ഒരു സിനിമ തുടങ്ങാൻ പോകുന്നു. എല്ലാവരുമായിട്ട് രഞ്ജി പണിക്കർ, ഒരുപാട് പേര് വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. ജയരാജ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. അങ്ങനെ പിന്നെ എല്ലാ സംവിധായകരും, കമല്, പിന്നെ ഷാജി കൈലാസ്, ഇവരൊക്കെ വലിയ ഫ്രണ്ട്സാണ്. പക്ഷേ ഏതായാലും സിനിമയായിട്ടൊരു ബന്ധം പോയതിൽ ഞാൻ റിയലായിട്ട് തീർച്ചയായിട്ടും അതെങ്ങനെ അത് പോയി എന്നുള്ള കാര്യം സത്യം പറഞ്ഞ നിഷാദ് ഇപ്പോൾ ചോദിക്കുമ്പോഴും മനസ്സിൽ വെച്ച് ആലോചിക്കുകയാണ്. കാര്യം ഞാൻ ഒരിക്കലും അങ്ങനെ, കാര്യം ഇതൊരു വലിയ സംഭവമാണ് സിനിമ എന്ന് പറഞ്ഞത്. അത് പണ്ട് ഞാൻ ഹിന്ദി, തമിഴ് ഇതെല്ലാം കാണുമായിരുന്നു. പക്ഷേ ഏതായാലും ഇനി ആ തിയേറ്ററിലൊരു സജീവ കാര്യം എന്നെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിർമ്മാതാക്കളും സംവിധായകരും എന്നെ വിളിക്കുമായിരുന്നു ഒപ്പീനിയനറിയാൻ. ഞാൻ ചിലതൊക്കെ സിനിമ ഇറങ്ങി സംവിധായകരെയൊക്കെ കണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യുഗ്ര ഹിറ്റായിരിക്കും. അത് അത്ര എനിക്ക് ജനങ്ങളുടെ പൾസ് അറിയാം, എല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു ചോദ്യം ചോദിച്ചത്.